ഏഷ്യാനെറ്റില് ബിഗ് ബോസ് സീസൺ 7 അവസാനിച്ചതിനു ശേഷം വന്ന രണ്ട് സീരിയലുകളുണ്ട്. ഒന്ന് അഡ്വക്കേറ്റ് അഞ്ജലിയും രണ്ടാമത്തത് കാറ്റത്തെ കിളിക്കൂട്. ഇത് രണ്ടും ഏകദേശം ഒരേ കണക്ക് തന്നെ മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഒന്നിച്ചു വന്ന സീരിയൽ ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് തന്നെ പ്രേക്ഷകർ പറയുന്നുണ്ട് അഡ്വക്കേറ്റ് അഞ്ജലി കൊള്ളില്ല, അത് മാറ്റണം, പകരം കാറ്റത്തെ കിളിക്കൂട് കൊള്ളാം, തുടക്കം തൊട്ടേ നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്, നല്ല മേക്കിംഗ് ആണ്, അതുപോലെ നല്ല പാട്ടാണ് എന്നൊക്കെ. നിങ്ങൾ കാറ്റത്തെ കിളിക്കൂട് കണ്ടു തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ കമന്റിൽ ഒന്ന് പറയുക. അതുപോലെ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഒരുപാട് സീരിയൽ ഇൻഡസ്ട്രി വിശേഷങ്ങളും ഇന്റർവ്യൂസും ഒക്കെ നിങ്ങൾക്ക് സീരിയൽ ഗ്രാൻഡിലൂടെ ഫ്യൂച്ചറിൽ കിട്ടും. ഇപ്പൊ നമുക്ക് കുറച്ച് കമന്ററീസിലേക്ക് തന്നെ പോകാം. ശരിക്കും പറഞ്ഞാൽ അയ്യനാർ തുണൈ എന്ന് പറയുന്ന ഒരു തമിഴ് സീരിയലിന്റെ റീമേക്ക് ആണ് കാറ്റത്തെ കിളിക്കൂട്. ഇപ്പോൾ ഞാൻ എടുത്തു പറയുന്നത് അഡ്വക്കേറ്റ് അഞ്ജലിയേക്കാൾ ഒരുപാട് ബെറ്റർ ആയിട്ട് കാറ്റത്തെ കിളിക്കൂട് റീച്ച് കിട്ടി പോകുന്നത് കൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. പിന്നെ അത് മാത്രവുമല്ല, നിതിൻ ജേക്കിന്റെ ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കാറ്റത്തെ കിളിക്കൂടിലൂടെ കാണാൻ സാധിക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാന്ത്വനത്തിനകത്ത് ബാലേട്ടനെ കണ്ടിട്ടുണ്ട്. നമുക്ക് ബാലേട്ടനെ ആ ഒരു ലെവലിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിന്റെ ഏജ് വെച്ചിട്ടും അദ്ദേഹത്തിന്റെ ഒരു ഓൾറെഡി അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള പല ക്യാരക്ടറിലും അദ്ദേഹത്തിന്റെ ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ തന്നെയായിരുന്നു. ഒരു ചേട്ടൻ, ഒരു അച്ഛൻ എന്നൊക്കെയുള്ള ലെവലിലായിരുന്നു. പക്ഷെ നിതിൻ ജേക്ക് ഒരു റൊമാൻറ്റിക് ഹീറോ ആണ്. ഓൾറെഡി ഒരു സീരിയലിൽ റൊമാൻറ്റിക് ഹീറോ ആയിട്ട് നിൽക്കുന്ന നിലയിൽ പിന്നെയും ഒരു ചേട്ടച്ചനായിട്ട്, അല്ലെങ്കിൽ ഒരു ഇത്രയും 3 സഹോദരന്മാരുടെ വലിയൊരു ചേട്ടനായിട്ട് അഭിനയിക്കുകയാണ്. അത്ര റൊമാൻറ്റിക് ആയിട്ടൊന്നും നിതിനെ ഈ ഒരു സീരിയലിനകത്ത് പ്രതീക്ഷിക്കേണ്ട. സുഭാഷ് എന്നാണ് നിതിന്റെ ഈ ഒരു സീരിയലിലെ കഥാപാത്രത്തിന്റെ പേര്. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ സുഭാഷിന്റെ നായിക എത്തിയിട്ടുണ്ട്. അത് ആ മുറപ്പെണ്ണാണ് സത്യത്തിൽ സുഭാഷിന്റെ നായിക. എന്നാൽ എല്ലാവരുടെയും ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നായകൻ ഈ നായികയെ വിവാഹം കഴിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അയ്യനാർ തുണ എന്ന് പറയുന്ന സീരിയലിനകത്ത് ഇതുവരെയും, ഇപ്പോൾ ഒരുപാട് എപ്പിസോഡ്സ് കഴിഞ്ഞു, ഇതുവരെയും ആ ചേട്ടന് ഇതുവരെയും ആ ഒരു മുറപ്പെണ്ണിനെ വിവാഹം കഴിക്കാൻ സാധിച്ചിട്ടില്ല. സുഭാഷിന് ആ നായികയെ വിവാഹം കഴിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ തൊട്ട് താഴത്തെ ഒരു അമീൻ എന്നാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത് സുധീഷ് ശരിക്കും പറഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ നായിക സുധീഷും നിധി എന്ന് പറയുന്ന ഇതിലെ ക്യാരക്ടറുമാണ് നായകനും നായികയായിട്ട് വരുന്നത്. പക്ഷെ ഈ നിധി അത്രയും വലിയൊരു ആർക്കിടെക്ചർ ആകണം എന്ന സ്വപ്നം കൊണ്ട് നടക്കുന്ന വലിയ വീട്ടിലെ അങ്ങേയറ്റം വലിയൊരു പണക്കാരന്റെ മകളായിട്ട് ജനിച്ചിട്ടുള്ള നിധി എങ്ങനെയാണ് ഈ തട്ടുകുട്ട് ഫാമിലിയിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു കിളിക്കൂട്ടിലേക്ക്, ആൺകൂട്ടിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ക്യൂരിയോസിറ്റി.